ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മുരിങ്ങയില എങ്ങനെ നമുക്ക് ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാം എന്നുള്ള വീഡിയോയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളുടെ കയ്യിൽ ചില സമയത്ത് ഒരുപാട് മുരിങ്ങയിലയൊക്കെ കിട്ടും. ആ സമയത്ത് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം 2-3 ദിവസത്തിനുള്ളിൽ അത് ചീത്തയായി പോവും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു ഐഡിയ ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കാം. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലയാണ് നമ്മുടെ മുരിങ്ങയില. കുട്ടികൾക്ക് കഴിക്കാൻ മടിയായിരിക്കും, പക്ഷേ നമ്മളത് കുട്ടികൾക്ക് കൊടുക്കാൻ രീതിയിൽ നമുക്കൊരു റെസിപ്പിയും കൂടി ഇതിൽ തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ മുരിങ്ങയില കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല അളവിൽ തന്നെ ഉണ്ട് മുരിങ്ങയില. കഴുകി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴുകി കഴിഞ്ഞിട്ടൊന്ന് ഉണക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് വെള്ളം ഒന്ന് കോട്ടൺ തുണിയിലൊന്ന് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെള്ളം കളയാതെ തന്നെയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും. അത് മാത്രമല്ല, വെള്ളത്തോടു കൂടി ഇടുമ്പോൾ അതൊന്ന് കട്ട കുത്താനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുമ്പോൾ വെള്ളം ഒന്ന് തുടച്ച് കളയോ, അല്ലെങ്കിൽ ഒന്ന് ഫാനിൻ്റെ അടിയിലിട്ടൊന്ന് കാറ്റ് കൊള്ളിക്കോ, വെയിലുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ വെള്ളം മാത്രം ഒന്ന് പോകാനായിട്ട് ഒന്ന് ചൂടാക്കുകയും ചെയ്യുക. അതിന് ശേഷം മാത്രം ഇതുപോലെ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ എണ്ണ ഒന്നും ഒഴിക്കരുത്. സാധാരണ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്ന മാതിരി ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ചെറിയ തീയിലിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മുരിങ്ങയില ഇവിടെ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇത് വറുത്ത് കഴിയുമ്പോൾ അളവ് നന്നായിട്ട് കുറയും. അപ്പോൾ നമുക്ക് എത്രത്തോളം മുരിങ്ങയില എടുക്കാൻ പറ്റുമോ അത്രത്തോളം മുരിങ്ങയില നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. നന്നാക്കി എടുക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. എത്ര മുരിങ്ങയില ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വറുത്ത് നല്ല ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ഇതുപോലെ ഒരു ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എത്ര മുരിങ്ങയില കിട്ടിയാലും നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഇനി ഇതുകൊണ്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് തേങ്ങയാണ് എടുത്തത്. 1 കപ്പ് തേങ്ങയും അതിലേക്ക് കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. വേപ്പില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര അളവ് വേണമെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ടേസ്റ്റുമാണ്. അത് മാത്രമല്ല, നല്ല വൈറ്റമിൻസും ഈ വേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 10-15 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് കുരുമുളക് 1 ടീസ്പൂൺ, 1 ടീസ്പൂണോളം മല്ലി. കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്ക് കഴിക്കാവുന്ന രീതിയിൽ എരിവിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി അടുത്തത് വറ്റൽമുളകാണ്. ഇതും നമ്മളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു 6-7 വറ്റൽമുളക് ഉണ്ട്. അധികം എരിവില്ലാത്തതും ചെറുതും ആയതുകൊണ്ടാണ് അത്ര എടുത്തത്. നമ്മളുടെ എരിവിനനുസരിച്ച് എടുക്കാം. കാരണം നമ്മൾ കുരുമുളകും ചേർക്കുന്നതുകൊണ്ട് കുട്ടികളും കഴിക്കേണ്ടതുകൊണ്ട് നമ്മൾ എരിവ് കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം ചേർക്കുക. ഇനി ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ഇതിലേക്ക് ചേർത്തത്. എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുക്കുമ്പോൾ തേങ്ങയുടെ ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മാത്രം മതിയാകും. വേപ്പിലയും മുളകുമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോഴേക്കും നമുക്കിത് ഇറക്കാം. അപ്പോൾ നമ്മളുടെ തേങ്ങ അത് ചെറുതായിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ കളർ ഇത്രയും മതിയാവും. കരിക്കാതെ തന്നെ നമുക്ക് എടുക്കാം. വേപ്പിലയും അതുപോലെ മുളകും നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പാകത്തിന് എടുക്കാം. ഇനി അടുത്തതായിട്ട് 1/2 കപ്പോളം ഉഴുന്നാണ് എടുത്തത്. അതിലേക്ക് 1/2 കപ്പോളം കടലപ്പരിപ്പ്, അല്ലെങ്കിൽ പൊട്ടുകടല എന്ന് പറയും, അതാണ് എടുത്തത്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു പാത്രം, ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കരിയാതെ തന്നെ കിട്ടും. അപ്പോൾ ഉഴുന്നും പരിപ്പും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളിനി ഒന്നിച്ച് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചൂടാറി കഴിഞ്ഞിട്ട് മാത്രം പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ശർക്കര ഒഴിവാക്കുന്നതാണ് നല്ലത്. ശർക്കര വളരെ ചെറിയൊരു കഷ്ണം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി നമ്മളുടെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ആയതുകൊണ്ടാണ് ഒരു ചെറിയൊരു കപ്പ്
കപ്പലണ്ടി ഇട്ട് കൊടുത്തത്. അതില്ലാത്തവർ ഇടണ്ട. പിന്നെ നമ്മളുടെ കയ്യിൽ വെളുത്ത എള്ളുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കപ്പലണ്ടി അല്ലെങ്കിൽ എള്ള് ഏതെങ്കിലും ഒന്ന് മതി. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇതുപോലെ ഒരുപാട് മുരിങ്ങയില ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് ഡെയിലി മുരിങ്ങ കഴിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ വാളൻപുളി ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പുളി നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പുളി നമ്മൾ ചേർക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ അതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് പൊടിച്ചാലും മതി. ഞാനപ്പോൾ മറന്നു പോയതുകൊണ്ടാണ് രണ്ടാമത് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇടുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കായം ഇട്ട് കൊടുക്കാനായിട്ട് ആരും മറന്നു പോരുത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് പൊടിച്ചെടുത്തതാണിത്. നമ്മുടെ മുരിങ്ങയില ചമ്മന്തിപ്പൊടിയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു ടിന്നിലേക്ക് അടച്ചു വെച്ചിട്ട് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾക്ക് വേണമെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോഴോ ഒക്കെ ഈ മുരിങ്ങയില ചമ്മന്തിപ്പൊടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാം. കറി ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ചമ്മന്തി മാത്രം മതിയാകും. ആവശ്യത്തിന് ഉപ്പും പുളിയും എരിവും ഒക്കെ ഉള്ള ഒരു ചമ്മന്തിയാണിത്. മുരിങ്ങയിലയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് മുരിങ്ങയിലയും വേപ്പിലയൊക്കെ. അപ്പോൾ ഇത് ഡെയിലി നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ കാഴ്ചശക്തിയും മുടിയുടെ വളർച്ചയും സ്കിന്നിൻ്റെ സ്മൂത്ത്നെസ്സും ഒക്കെ ഉണ്ടാകാനായിട്ട് ഈ ഒരു മുരിങ്ങയില മാത്രം കഴിച്ചാൽ മതിയാവും. അപ്പോൾ ഡെയിലി കുട്ടികൾക്ക് ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ദോശയുടെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ഈ ഒരു പൊടി മിക്സ് ചെയ്താലും മതിയാകും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുരിങ്ങയില കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികളോ ഇതുപോലെ പൊടിച്ചിട്ട് നമ്മൾ കറികളിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ അറിയാതെ തന്നെ ആ ഒരു മുരിങ്ങയില അവരുടെ ശരീരത്തിലേക്ക് ചെല്ലുകയും ചെയ്യും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ഹെൽത്ത് റെസിപ്പിയും ടിപ്സൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. ബൈ.